വണ്ടി ഒന്ന് സ്ലോ ചെയ്തോളൂ, കാരണം ഇവിടെ പെൻഗ്വിനുകൾ ക്രോസ് ചെയ്യുന്ന റോഡാണ്. സൗത്ത് ആഫ്രിക്കയിലെ ബെറ്റിസ് ബേ എന്ന തീരദേശ ടൗണിലാണ് വ്യത്യസ്തമായുള്ള ഈ ഒരു റോഡ് സൈൻ ഉള്ളത്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ വാച്ച് ചെയ്തോളൂ. ഓവർബർഗിലെ കനോളപ്പൂക്കൾ കണ്ടതിന് ശേഷം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ക്ലെയിൻമോണ്ട് എന്നൊരു കോസ്റ്റൽ ടൗണിലാണ്. ഇവിടെയാണ് ഇന്ന് രാത്രി ഞാൻ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് രാത്രി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് ഇവിടെ ടൗണിൽ തന്നെ കണ്ട ഒരു കുഞ്ഞ് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ. ഇത് നമ്മളിവിടെ സാധാരണ സൗത്ത് ആഫ്രിക്കയിൽ കാണുന്ന പോലത്തെ ഷോപ്പ് റൈറ്റോ പിക്ക് ആൻഡ് പേയോ സ്പാറോ പോലത്തെ വലിയൊരു സൂപ്പർ മാർക്കറ്റൊന്നുമല്ല. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന കുഞ്ഞ് സൂപ്പർ മാർക്കറ്റിൻ്റെ കുറച്ചുകൂടി ഒരു വലിയ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ബംഗ്ലാദേശി നടത്തുന്ന സൂപ്പർ മാർക്കറ്റാണ്. അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. ഒരു ബംഗ്ലാദേശുകാരൻ നടത്തുന്ന ഷോപ്പായതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ടൈപ്പിലുള്ള ചിപ്സ് അല്ലെങ്കിൽ മുറുക്ക് പോലെയുള്ള സ്നാക്സൊക്കെ കുറച്ച് കണ്ടു. ഈ കാണുന്ന സാധനങ്ങൾ കൂടാതെ അവരുടെ ചിക്കൻ ഫ്രൈയും അതുപോലെ ചിപ്സും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്തതിന് ശേഷം അത് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ നിന്നത്. സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം ഞാനും ആ ബംഗ്ലാദേശുകാരനും കുറച്ച് നേരം അവിടെ കത്തി വെച്ചിരുന്നു. അതിനുശേഷം ഞാൻ നേരെ റൂമിലേക്ക് പോകാനുണ്ടായത്. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ച കാരണം റൂമിലെത്തിയപ്പോൾ കുളിച്ച് ഫ്രഷായി അതിനുശേഷം ഡിന്നർ കഴിച്ച് നേരെ കിടന്നുറങ്ങാനുണ്ടായത്. അത് കാരണം റൂമിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല ഇന്നലെ രാത്രി. അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റിട്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതാ ഈ കാണുന്നതാണ് ബെഡ്റൂം. രാവിലെ എണീറ്റ് കാരണം ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇതാ ഇവിടെ തന്നെ ഒരു ടി വി ഉണ്ട്. ഇതൊരു ഗസ്റ്റ് ഹൗസ് അക്കോമഡേഷനാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഇവിടെ തന്നെ ചെറിയൊരു ടേബിളും അതുപോലെ ചെയറും ഉണ്ട്. ഈ ബെഡ്റൂമിനോട് അടുത്ത് തന്നെയാണ് ബാത്റൂം. ഒരു ഷവറും അതുപോലെ ടോയ്ലറ്റും പിന്നെ ടവലുകളൊക്കെ വെക്കാനുള്ള ചെറിയ ഷെൽഫുമുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂമാണിത്. സോളോ ട്രാവലേഴ്സിനും അതുപോലെ ചെറിയ ഫാമിലീസിനും ഒക്കെ താമസിക്കാൻ പറ്റിയ ഒരു നല്ല ഗസ്റ്റ് ഹൗസ് അക്കോമഡേഷനാണിത്. ടൗണിൽ നിന്ന് അടുത്ത് തന്നെയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ അക്കോമഡേഷൻ ഉള്ളത്. Booking.com വഴിയാണ് ഞാനിത് ബുക്ക് ചെയ്തത്. ഈ റൂമിനോടടുത്ത് തന്നെ ഒരു കിച്ചൺ ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള കിച്ചൺ തന്നെയാണിത്. ഫ്രിഡ്ജും അതുപോലെ മൈക്രോവേവ് ഓവനും ഇലക്ട്രിക് സ്റ്റൗവും പിന്നെ അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള പാത്രങ്ങളും പാനുകളും കപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കട്ടെ. ഈ കാണുന്നത് ഫ്ലേവേഡ് യോഗട്ടാണ്. ഇവിടെ സൗത്ത് ആഫ്രിക്കയിലും അതുപോലെ ബോട്സ്വാനയിലും ഒക്കെയുള്ള ആളുകൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് യോഗട്ട്സ് ഒക്കെയാണ് കഴിക്കാറുള്ളത്. ഒന്നുകിൽ യോഗട്ട് മാത്രം അല്ലെങ്കിൽ യോഗട്ടിൽ ഇതുപോലെ മുസ്ലി മിക്സ് ചെയ്ത് കഴിക്കും. ഞാനിപ്പോൾ ഈ മുസ്ലി യോഗട്ടിൽ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. മാത്രമല്ല ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. പുറത്ത് വെളിച്ചം വന്നിട്ടുണ്ടോയെന്നൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോഴും നല്ല ഇരുട്ടാണ്. വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ സൺറൈസ് ഏകദേശം 7:30-7:45 നമുക്കിനി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂം വെക്കേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.25-2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ബാക്ക് ടു കേപ്പ് ടൗൺ. മാത്രമല്ല ഓൺ ദ വേ 1-2 പ്ലേസസും വിസിറ്റ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വെളിച്ചായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റ്സൊക്കെ ഇപ്പോഴും ഓണാണ്. ഇവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ബീച്ചുണ്ട്. അവിടേക്ക് പോകാനാണ് നമ്മൾ ആദ്യത്തെ പ്ലാൻ. ഈ റോഡിൻ്റെ ഒരു സൈഡിൽ മലയും അതുപോലെ മറ്റേ സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യനാണ്. നല്ല അടിപൊളി ഡ്രൈവാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബെറ്റിസ് ബേ എന്നൊരു കോസ്റ്റൽ ടൗണിലേക്കാണ്. വെസ്റ്റേൺ കേപ്പ് പ്രൊവിൻസിലെ ഓവർബർഗ് തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഹോളിഡേ ടൗണാണ് ഈ ബെറ്റിസ് ബേ. കേപ്പ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ അകലെയായി കോഗൽബർഗ് മലനിരകളുടെ അടിവാരത്താണ് ഈ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. തീരത്തോട് ചേർന്ന് ഏകദേശം 13 കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ടൗൺ R44 എന്ന സിനിക് റോഡിൻ്റെ സമീപത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പ്രിങ്കിൾ ബേയുടെയും അതുപോലെ ക്ലെയ്മോണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ടൗണാണ്. കേപ്പ് ടൗണിൽ നിന്നും ഹോളിഡേ ആഘോഷിക്കാൻ ഒരുപാട് ആളുകൾ വരുന്ന കാരണം ഈ സ്ഥലം ടൂറിസത്തിന് അത്യാവശ്യം പോപ്പുലറായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. കൊളോണിയൽ ടൈമിൽ അവിടെ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെട്ടു വന്ന അടിമകളുടെ ഫേവറേറ്റ് ഒളിവ് സ്ഥലമായിരുന്നു ഈ ബെറ്റിസ് ബേ എന്നാണ് പറയപ്പെടുന്നത്. ഈ റോഡിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തത്. കണ്ട എന്ത് രസമല്ലേ കാണാനായിട്ട്. ആ കാണുന്നതാണ് കോഗൽബർഗ് മൗണ്ടൻസ്. എന്താണുള്ള റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് പോകുന്നത് മൗണ്ടൻ്റെ അടുത്തേക്കും, അപ്പുറത്താണ് ഈ കടലും. ഭയങ്കര രസമുള്ളൊരു ഡ്രൈവാണിത്. R44 എന്നാണ് ഈ റോഡിൻ്റെ പേര്. സൺറൈസിൻ്റെ ആ ഓറഞ്ച് ഹ്യൂ കൂടി വന്ന കാരണം എന്താ രസമല്ലേ സ്കൈ ഒക്കെ കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി പതുക്കെ നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. ബെറ്റിസ് ബേയിൽ തന്നെയുള്ള ഒരു വെറൈറ്റി സ്ഥലത്തേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഈ ബെറ്റിസ് ബേ പണ്ട് കാലത്ത് ഒരു വെയിലിംഗ് സ്റ്റേഷനായിരുന്നു. അതായത് വെയിൽസിനെ, തിമിംഗലത്തിനെ വേട്ടയാടുന്ന കേന്ദ്രം. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണാൻ കഴിയും. പക്ഷേ നമ്മൾ പോകുന്നത് അത് കാണാനല്ല, വേറെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ആളുകളെ കാണാനാണ് നമ്മൾ അവിടേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഈ റോഡ് സൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആരെ കാണാൻ വന്നതാണെന്ന്. അതെ, ആഫ്രിക്കൻ പെൻഗ്വിൻസിനെ കാണാൻ വന്നതാണ് ഇവിടെ. ഇതാണ് സ്റ്റോണി പോയിന്റ് നാച്ചുറൽ റിസർവ്. വെസ്റ്റേൺ കേപ്പിൽ 2 ആഫ്രിക്കൻ പെൻഗ്വിൻ കോളനീസ് ആണുള്ളത്. ഒന്ന് ബൗൾഡേഴ്സ് ബീച്ചും രണ്ടാമത്തത് സ്റ്റോണി പോയിന്റ് നാച്ചുറൽ റിസർവും. ബൗൾഡേഴ്സ് ബീച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ എൻ്റെ മുമ്പത്തെ എപ്പിസോഡുകളിൽ ചെയ്തിട്ടുണ്ട്. അത് വാച്ച് ചെയ്യാത്തവർ അത് വാച്ച് ചെയ്യുക. 1930-ൽ വെയിലിംഗ് സ്റ്റേഷൻ ഇവിടെ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഈ പെൻഗ്വിൻസ് ഇവിടെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനിമലാണ് ഈ ആഫ്രിക്കൻ പെൻഗ്വിൻസ്. അതുകൊണ്ട് തന്നെ ഈ ഏരിയ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഞാനിവിടെ പുറത്ത് കാർ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ദാ ഇവിടെ റോഡ് സൈഡിൽ തന്നെ പെൻഗ്വിൻസിനെ കാണാം. ദാ ഈ കാണുന്ന ബുഷിൻ്റെ ഇടയിലൊക്കെ കാണുന്ന ഹോളുകൾ ഇവരുടെ നെസ്റ്റാണ്. ദാ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയ ആണ്. നമ്മൾ ഗേറ്റ് തുറക്കാത്ത കാരണം കാറ് പുറത്താണ് പാർക്ക് ചെയ്തത്. രാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണ് ഈ പെൻഗ്വിൻസിനെ കാണാൻ പറ്റിയ ബെസ്റ്റ് ടൈം. കാരണം പകൽ സമയത്ത് ഇവ ഭക്ഷണം തേടി കടലിലേക്ക് പോകാറുണ്ട്. സാർഡൈൻസ്, അതായത് നമ്മുടെ ചാള അല്ലെങ്കിൽ മത്തിയാണ് ഇവരുടെ ഫേവറേറ്റ് ഫുഡ്. ഈ ഫിഷൊക്കെ തേടി ഇവർ ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരേക്ക് വരെ നീന്തി പോകുമെന്നാണ് പറയുന്നത്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കാണെങ്കിൽ അപ്പുറത്ത് കടലിലേക്ക് നീന്താൻ പോകണം. ഞാനാണെങ്കിൽ വഴി ബ്ലോക്ക് ചെയ്ത് ഇരിക്കണ പോലെ ഇരിക്കുകയാണ്. അത് കാരണം ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കുകയാണ്. ഇവിടെ ദാ ഇങ്ങനെ വാക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അതുപോലെ ചെയറൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ചെയറിൽ ഇരുന്ന് ഈ പെൻഗ്വിൻസിനെയൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ മരത്തിൻ്റെ ഒരു പാലമുണ്ട് വിസിറ്റേഴ്സിന് പോകാനായിട്ട്, പെൻഗ്വിൻസിനെ കാണാനായിട്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ നിന്നില്ല, കാരണം എനിക്ക് അധികം ടൈമില്ലാത്ത കാരണം ഞാൻ ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. ദാ ഇവരിങ്ങനെ കടലിലേക്ക് ചാടുന്നതും നീന്തുന്നതും കരയ്ക്ക് കയറി വരുന്നതും കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് ഇവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആണ്. അതുകൊണ്ട് അവരെ മാക്സിമം ഡിസ്റ്റർബ് ചെയ്യാതെ നോക്കുക. തൊടാനോ പിടിക്കാനോ പോകാതിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇടാതെ ശ്രദ്ധിക്കുക. ഈ ആഫ്രിക്കൻ പെൻഗ്വിൻസിനെ ജാക്കാസ് പെൻഗ്വിൻസ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ഇവരുടെ ശബ്ദം കഴുതയുടെ കൂവലിനെ പോലെയാണ് കേൾക്കുന്നത്. നല്ല ക്യൂട്ടാണ് കേട്ടോ ഇവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. സമയം പോകുന്നത് അറിയേയില്ല. ഞാൻ വളരെ കുറച്ച് നേരം മാത്രം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. വരിവരിയായി എന്ത് ഡിസിപ്ലിനായിട്ടാണല്ലേ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ കടലിലേക്ക് പോയി നീന്തി കളിക്കാനുള്ള പുറപ്പാടിലാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പെൻഗ്വിൻസിനെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഡിസ്റ്റർബ് ചെയ്യാതെ വാച്ച് ചെയ്യാനായിട്ട് മരത്തോണ്ടുണ്ടാക്കിയ ബോർഡ് വാക്ക് ഉണ്ട് ഇവിടെ. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈം രാവിലെ 8 തൊട്ട് വൈകിട്ട് 4:30 വരെയാണ്. കൺസർവേഷൻ ഫീ വരുന്നത് ഒരാൾക്ക് 40 സൗത്ത് ആഫ്രിക്കൻ റാൻഡ്, അതായത് ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 200 രൂപയാണ് വരുന്നത്. അതുപോലെ കുട്ടികൾക്ക് 25 റാൻഡ് അഥവാ 125 രൂപയാണ് വരുന്നത്. ദാ ഈ കാണുന്നതാണ് പെൻഗ്വിൻസിൻ്റെ നെസ്റ്റ്.
അങ്ങനെ കുറേ നേരം വീഡിയോസും ഫോട്ടോസും എടുക്കൽ തന്നെയായിരുന്നു എൻ്റെ മെയിൻ പണി ഇവിടെ. ഇവിടെ ബെറ്റീസ് ബേയിൽ താമസിക്കുന്നവർ മോർണിംഗ് വാക്കിന് പോകുന്നത് കാണാം നമുക്കിവിടെ. എന്താല്ലേ പെൻഗിൻസിനെ കണ്ട് കടൽ തീരത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു മോർണിംഗ് വാക്ക്, വാവ്, ഭയങ്കര രസമായിരിക്കും അത്. അപ്പോൾ ഇനി നമുക്ക് പെൻഗിൻസിനോട് ബൈ ബൈ പറഞ്ഞ് ഇവിടെ നിന്ന് പുറപ്പെടാം. നമുക്ക് 1 hour ഓർ മോർ ഡ്രൈവ് ഉണ്ട് കേപ്പ് ടൗൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. അധികം വൈകിയാൽ ഇനി നമ്മുടെ ഫ്ലൈറ്റ് ചിലപ്പോൾ മിസ്സാവും. ഇതുപോലുള്ള രസകരമായ വീഡിയോസ് കാണുന്നതിന് വേണ്ടി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.